എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇപ്പം ഞാനേ ചക്ക തിന്നിട്ട് വന്നിരിക്കുകയാണേ. എൻ്റെ മദിനിയുടെ മോളെ വീട്ടിൽ ചക്കയുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ചക്ക തന്ന്. ഇപ്പം അത് വരിക്കച്ചക്കയാണ്, കൊള്ളാം. അപ്പോൾ ചേട്ടാ അതിനൊക്കെ വെട്ടി ഇറുത്തൊക്കെ എടുത്തപ്പോഴത്തേക്ക് 2-3 ചുള എടുത്ത്. എനിക്കങ്ങനെ ചക്കയുടെ ഒന്നും വലിയ താല്പര്യമില്ല, പക്ഷേ ഇതെന്തോ തിന്നപ്പോൾ ടേസ്റ്റ് ഉണ്ട്. നല്ല പഴുത്തിട്ടില്ല, പഴുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒരു 4-5 ചുള ഞാൻ തിന്ന്. വയറുവേദന എന്തെങ്കിലും വരുമോ എന്തൊരു പാട. തിന്നപ്പോൾ ടേസ്റ്റ് നിൽക്കുന്നില്ല. അങ്ങനെ വീണ്ടും തിന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ കൂടെ എടുത്തു. അപ്പോൾ അത് തിന്നിട്ട് ഞാൻ ആ സ്റ്റെപ്പിൽ തന്നെയാണ് നിങ്ങളെ മുന്നിൽ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. നമ്മളെ യാത്രയൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണേ. അപ്പോൾ ഞാൻ കരുതി ഇനി ആ സ്റ്റെപ്പിൽ തന്നെ വീഡിയോ എടുക്കാം. പിന്നെ നമ്മൾ സാരിയൊക്കെ മാറ്റി കഴിഞ്ഞ് നൈറ്റിയൊക്കെ ഇട്ട് വരുമ്പോൾ എന്ന് നമ്മൾ നൈറ്റിയൊക്കെ ഇട്ട് വീട്ടിലൊക്കെ നിൽക്കുന്ന കോലത്തിലല്ലേ വീഡിയോ എടുക്കുന്ന. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഈ വേഷത്തിലൊന്ന് നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി സാരി ഒന്നും മാറ്റാണ്ട് വന്നിരുന്ന് നിങ്ങളോട് കഥ പറയുന്നത്. ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് മഴയൊന്നും വലുതായിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല ഇത് പെയ്യേണ്ട ഇതൊക്കെ വന്നെങ്കിലും പെയ്തില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ പോയി. ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, ചേച്ചിയുടെ മോള് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലാണെന്ന്. അപ്പോൾ എന്തായാലും മോള് പ്രസവിച്ച് കേട്ടോ. പ്രസവിച്ച് മോനാണ്. ഇന്ന് രാവിലെ ഇരുന്നേ ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് ചേച്ചി എന്നെ വിളിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് വിളിക്കുന്നപ്പോൾ ഞാനേ അങ്ങ് കരച്ചിൽ കണ്ടപ്പോൾ ഞാനും അങ്ങ് അന്തം വിട്ട് എന്തിനാണ് ഏതാണെന്ന് പറഞ്ഞിട്ട് പേടിച്ച് പോയി. എന്നിട്ട് എന്ത് കാര്യം എന്ത് കരയണമെന്ന് നിന്നിട്ടപ്പം അത് മോള് പ്രസവിച്ച് മോനാണ്. ഞാൻ കേട്ട് എന്തിനു നീ കരയണം? അല്ല, എനിക്ക് എന്നെ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങ് സങ്കടം വന്നു എന്ന് പറഞ്ഞ്. നമ്മൾ രക്തബന്ധം എന്ന് പറയുമ്പോൾ അതാണല്ലോ. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങനെ സങ്കടം വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും 10-18 ദിവസമായി ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ എന്തായാലും പ്രസവ സുഖമായിട്ടൊക്കെ പ്രസവിച്ച് അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും കൂടെ നോക്കാൻ പോയിരുന്നു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. പേ വാർഡാണ്, കുഞ്ഞു റൂമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അവിടെ കളിച്ചോ എന്തോ ഫോണിൽ ഗെയിം എന്തോ കളിക്കുമല്ലോ. അത് കളിച്ചിട്ട് അവിടെ കൂട്ടുകാരനുമായിട്ടൊക്കെ ബഹളം വയ്ക്കുന്നത്. ഈ ഫോണിലിപ്പോൾ കേൾപ്പുണ്ട്. ഞാൻ ഡോറടച്ചിടാണ്ടാണ് വന്നിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേ. നമ്മളെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടുതലിരുന്നാലും ശരിയല്ലല്ലോ. കുഞ്ഞല്ലേ, കുഞ്ഞിന് എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പലയിടത്തു നിന്നൊക്കെ പോകുന്നതല്ലേ. ഇപ്പം കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരിത് വന്നാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മദിനിമാരും മക്കളും നമ്മളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അത് നമുക്കൊരു സന്തോഷമാണേ. ഒരാളും കൂടെ നമ്മളെ കുടുംബത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അമ്പലമൊക്കെ അടച്ചിട്ടേക്കാണേ. അതും ഒരു വിഷമമുണ്ട്. അമ്പലത്തിൽ നമ്മൾ നിത്യവും വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണേ. അമ്പലം അടച്ചിട്ടേക്കാണ്. ഇങ്ങനത്തെ മനസ്സിനും ഒരു ബുദ്ധിമുട്ടാണ്. അടച്ചിട്ട് എന്ത് ചെയ്യാൻ? നമുക്ക് കത്തിക്കാനൊന്നും പറ്റൂലല്ലോ. അമ്പലത്തിൽ കയറാനും വിളക്ക് കത്തിക്കാനൊന്നും പറ്റൂലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കത്തിക്കാം. അമ്മയ്ക്ക് എല്ലാം അറിയാമല്ലോ. നമ്മളെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ. നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് ഈ ചേച്ചി പെണ്ണിൻ്റെ വിശേഷം. ചേച്ചി പെണ്ണെന്നൊന്നും വെച്ചില്ല കേട്ടോ. രാവിലെ ഇന്നലെ ഞാൻ അങ്ങനെയാണ്. എനിക്ക് മൂഡ് തോന്നിയ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് ഒരു മൂഡും ഇല്ലെങ്കിൽ ഞാനങ്ങ് മടിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ കരുതി ഇന്ന് നമുക്ക് നമ്മളെ കൂടെ ജോലിയുള്ള ഒരു കൊച്ചിൻ്റെ വീട് പാലുകാച്ചാണേ. അപ്പം നമ്മൾ 1 മണിക്കല്ലേ ഇറങ്ങണം. 1 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ എല്ലാവരും കൂടെ പാലുകാച്ചിന് പോകാനുള്ള ഇതിലൊക്കെയാണ് ഇന്നലെ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കരുതി രാവിലെ എണീറ്റ് ചോറും കറിയൊക്കെ വെച്ചിട്ട് പാലുകാച്ചിന് പോകാം. പാലുകാച്ചിന് പോയിട്ട് വരുമ്പോൾ സമാധാനം ഉണ്ടല്ലോ. വെളുപ്പം രാവിലെ എണീക്കുന്ന കാര്യമൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണേ. ഞാനങ്ങനെ അലാറം കേട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാനങ്ങ് കിടന്നു. പിന്നെ 6 മണിയായപ്പോൾ എണീറ്റാണ്
എനിക്കും കൊച്ചുമോനും അപ്പം ഉണ്ടാക്കി. ചേട്ടൻ ചൂടോടെ ഉണ്ടാക്കി കഴിക്കും. ചേട്ടൻ കഴിക്കുമ്പോൾ 9 മണിയൊക്കെ കഴിയും. അപ്പം അപ്പവും ദോശയൊക്കെ ആണെങ്കിൽ ചേട്ടൻ ചൂടോടെ ഉണ്ടാക്കി കഴിക്കും. പുട്ടാണെങ്കിൽ ഞാൻ പുട്ടിന് ഗോതമ്പ് മാവാണെങ്കിൽ ഞാൻ പുട്ട് ഉണ്ടാക്കി വെക്കും. അരിമാവൊക്കെ ആണെങ്കിൽ ഞാൻ നനച്ച് വെക്കും. ചേട്ടൻ ചൂടോടെ ഉണ്ടാക്കി കഴിക്കും. നമ്മൾ 6 മണിക്കും 5 മണിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ 9 മണി കഴിക്കുമ്പോഴത്തേക്ക് അതൊരു ഇതാണല്ലോ. അപ്പോൾ ഇന്ന് അപ്പത്തിന് ഞാൻ അപ്പം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2-3 അപ്പം ഞാൻ ഉണ്ടാക്കി. ചമ്മന്തിക്കറി ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോയി. മോന് ജോലിക്ക് അവന് രാവിലെ ഒന്നും കഴിക്കാനൊന്നും നിൽക്കൂലേ. രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണക്കാണ്. അതാണ് ഇപ്പോൾ ഇടയ്ക്ക് അസുഖം വന്നപ്പോഴത്തേക്ക് 2-3 ട്രിപ്പ് ഇട്ടിട്ടും ആളും ഓക്കെ ആവാത്തത്. ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ അസുഖമൊക്കെ വരുമ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത് ഭക്ഷണമൊന്നും കഴിക്കൂല സമയത്ത്. അപ്പോൾ അവന് 2 ഉണ്ടാക്കി വെച്ച് ഞാൻ 2-3 ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോയി. ചേട്ടൻ ചൂടോടെ ഉണ്ടാക്കി കഴിക്കട്ടെന്ന് വിചാരിച്ച് ചോറും കറിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ച് വെച്ചില്ല. ഞാനങ്ങ് പോയി. പിന്നെ അതുവഴി പാലുകാച്ചിനൊക്കെ നമ്മളെ ഓഫീസിലുള്ളവരെ കൂടെയൊക്കെ പാലുകാച്ചിനൊക്കെ പോയിട്ടാണ് 2 മണിയായപ്പോൾ ഞാൻ വീടെത്തി. അപ്പോൾ ചേട്ടനെ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ മോൾ പ്രസവിച്ചല്ലോ, ഹോസ്പിറ്റലിലും പോകണം. പിന്നെ ഞാൻ വന്നിട്ട് പുറമൊക്കെ കഴുകിയിട്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഇതല്ലേ, അതോടെ കുഞ്ഞിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. പാലുകാച്ചിനൊക്കെ പോയിട്ട് വന്ന് ഞാൻ പിന്നെ പുറമൊക്കെ കഴുകി പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയി. ഇപ്പോൾ ചേട്ടൻ പുറത്തുനിന്ന് വാങ്ങി കേട്ടോ ഫുഡ്. അങ്ങനെ വാങ്ങണേന്നും ഇഷ്ടമില്ല. ചോറ് വാങ്ങി ചേട്ടനും മോനും കൂടെ കഴിച്ച്. ഇപ്പോൾ മീൻ വാങ്ങി വെച്ചേക്കണ്. അപ്പോൾ ചേച്ചിക്ക് ഈ വീഡിയോ എടുത്തിട്ടാണ് ചേച്ചിക്ക് മീൻ കറി വെക്കേണ്ട. നാളെ ചേട്ടന് ചോറ് കൊണ്ടുപോകണം, രാത്രി നമുക്ക് കഴിക്കണം. അപ്പോഴത്തേക്ക് മീൻ കറി വെക്കണം. ചോറ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരിയുണ്ടേ, അത് വേണമെങ്കിൽ രാത്രി കഴിക്കാനാണെങ്കിൽ അത് കുറച്ചെടുത്ത് വെച്ച് നമുക്ക് രാത്രിത്തേക്ക് എടുക്കാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാപ്പിയോടൊന്നും താല്പര്യമില്ല. പുട്ടും അപ്പം ദോശയും രാത്രി കഴിക്കുന്ന ഇഷ്ടമല്ല. ശകലം ചോറ് തന്നെ കഴിക്കണം. അപ്പം ചോറ് വെക്കണം, കറി വെക്കണം. ചാള മീൻ എന്നാണ് പറഞ്ഞത്. കട്ട് ചെയ്യാനൊക്കെ എനിക്ക് പൊതുവെ ഇപ്പം മീനൊന്നും കട്ട് ചെയ്യാൻ, നേരത്തെയൊക്കെ ആണെങ്കിൽ ഏത് മീൻ വേണമെങ്കിലും കട്ട് ചെയ്യുക. ഇപ്പം എനിക്ക് മീനൊക്കെ കട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. അല്ലെങ്കിൽ ഞാൻ തറയിലൊക്കെ ഇരുന്നിട്ട് കാല് ചവിട്ടി പിടിച്ചൊക്കെ വെച്ച് നിസ്സാരം പോലെ കട്ട്. ഇപ്പം കാലൊക്കെ വയ്യായി എപ്പോഴത്തേക്ക് അതിനും പറ്റൂല. കയ്യിൽ വെച്ചൊക്കെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. മീൻ കട്ട് ചെയ്യുന്നത്, തേങ്ങ തിരുവുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര മടിയുള്ള ജോലിയാണ്. പിന്നെ അതൊക്കെ ചെയ്യണ സുഹൃത്തുക്കളെ, ജോലി ഇത്തിരി ഉണ്ട്. ഇന്നലെ ഇതുപോലെ നമുക്കിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഒരു തലവേദനയാണ് കേട്ടോ. വീഡിയോ ഇടുന്നത് ഭയങ്കര തലവേദന. യൂട്യൂബ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം ഒരു മാസത്തിൽ കൂടുതലായേ ഇൻസ്റ്റഗ്രാം കൂടെ തുടങ്ങി കേട്ടോ. പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല തുടങ്ങുന്നതൊന്നും, അവർക്ക് താല്പര്യമില്ല. എന്തെന്ന് വെച്ചാൽ കമൻറ്റുകളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് മോശം കമൻറ്റുകളൊക്കെ ഇടും. ഇതൊക്കെ പിള്ളേർ കാണുന്നതല്ലേ. അപ്പോൾ അവർ പൊതുവേ പറഞ്ഞ് ഇൻസ്റ്റയൊക്കെ തുടങ്ങുന്നത് കൊള്ളാം, റീൽസ് ഒന്നും ചെയ്യരുത്, ആൾക്കാർ മോശം കമൻ്റൊക്കെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോന് അത് തുടങ്ങിയിട്ട് അവൻ പിന്നീട് അതിനെ ബ്ലോക്ക് ചെയ്ത് എന്തോ ചെയ്ത് വെച്ചിരുന്നു. ഞാനൊരു ദിവസം പോയപ്പോൾ ചേച്ചിയുടെ മോളയിൽ കൊടുത്തിട്ട് ഞാനത് ക്ലിയർ ആക്കിയിട്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുവരെ ആരും മോശം കമൻ്റൊന്നും വന്നില്ല. ഇനി ആരെങ്കിലുമൊക്കെ കമൻ്റ് ഇടുമോ ഇല്ലെന്ന് അറിഞ്ഞൂടെ. ദയവ് ചെയ്ത് നമ്മളെ ഇൻസ്റ്റഗ്രാമിലുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളാരും മോശം കമൻ്റൊന്നും ഇടല്ലേ. മോശം കമൻ്റ് ഇടേണ്ട രീതിയിലുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. മാന്യമായിട്ടുള്ള രീതിയിലൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളാരും മോശം കമൻ്റൊന്നും ഇടരുത്. നമുക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണെങ്കിൽ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങണേന്ന്. നമുക്കിതൊക്കെയല്ലേ അപ്പോൾ ഒരു സന്തോഷം. നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്നതൊക്കെ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. ഈ പാട്ട് കേൾക്കുന്നത്, നമുക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ പാട്ടിനനുസരിച്ച് നമ്മളെ ചുണ്ടുകൊണ്ടൊക്കെ നമുക്ക് അത് ചെയ്യുമ്പോഴത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആരും മോശം കമൻ്റൊന്നും ഇടരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഞാൻ 8 മണി വിളക്കൊക്കെ അണച്ചിട്ട് വന്ന് ഇവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഇരുന്ന് ഓരോന്നും നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പറ്റിയ പാട്ടൊന്നും നോക്കി സെലക്ട് ചെയ്തും വന്നപ്പോഴത്തേക്ക് ഇതിനിടയിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം, പിന്നെ ഇൻസ്റ്റയിൽ അതിലെന്തെങ്കിലും റീൽസ് ചെയ്യണം. ഇങ്ങനെ നോക്കിയും ചെയ്തും വന്നപ്പോഴത്തേക്ക് 8 മണിക്ക് തുടങ്ങി ഞാൻ 10 മണിയായി. ഒന്നും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ ഇഷ്ടപ്പെടില്ല. പിന്നെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ അതെടുക്കും. പിന്നെ അത് പോയിട്ട് എനിക്ക് ഇൻസ്റ്റയിലും വലിയ പിടുത്തമൊന്നുമില്ല, ഒന്നും അങ്ങനെ അറിഞ്ഞൂടാ.
അയ്യോ എൻ്റെ സുഹൃത്തുക്കളെ ചെയ്ത് വന്നപ്പോൾ വല്ല പ്രയോജനം ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മനസ്സിനൊരു സമാധാനം. നമ്മൾ സ്വന്തമായിട്ട് ഒരു പാട്ട്, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നൊരു പാട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ ചുണ്ടക്കാനയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമല്ലോ. നമുക്ക് ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ട് നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം. മറ്റുള്ളവർക്ക് അതെങ്ങനെയാണ്, ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിനൊരു കുളിർമ കിട്ടുന്നതാണ്. അതപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടൊക്കെ ഞാൻ സെലക്ട് ചെയ്തൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ 8 മണിക്ക് തുടങ്ങി 10 മണിയായിട്ടും തീർന്നില്ല. ഇതിനിടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം. എല്ലാവരും വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ്, ഭയങ്കര ഒരു കഷ്ടപ്പാടുള്ള ജോലിയാണ് കേട്ടോ. എന്നാ ചെയ്യാൻ? അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ചേച്ചി പെണ്ണിൻ്റെ കാര്യം. ഇതിനിടയിൽ വീട്ടുകാര്യം നോക്കണം, ജോലിക്ക് പോകണം, മറ്റുള്ള കാര്യങ്ങൾ നോക്കണം. നിങ്ങളൊന്ന് നോക്കണേ, ഇതെല്ലാം നമ്മൾ തന്നെ പെടുന്ന പാടാണ്. അങ്ങനെ ഇങ്ങനെ അങ്ങ് പോണം നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചി പെണ്ണിൻ്റെ വിശേഷം. ഇതിപ്പോൾ പറഞ്ഞ് എത്ര മിനിറ്റ് ആയെന്നൊന്നും അറിഞ്ഞുകൂടെ. നമ്മൾ ഒരു കുഞ്ഞു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്നതാണ്. പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. കാണുന്നത് 50-100 പേരാണെങ്കിലും മതിയെന്നേ അത്. നമ്മളെ വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെയാണ് പോണം, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു കുളിർമയുണ്ട്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ എന്നൊരു കാണുമ്പോൾ ഒരു മനസ്സിനൊരു ആത്മസംതൃപ്തി. അപ്പം ഇതൊക്കെ തന്നെയാണ് ചേച്ചി പെണ്ണിൻ്റെ വിശേഷം. കൂടുതലൊന്നും പറഞ്ഞു നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കാണണേ. ചേച്ചിക്ക് കുറേ ജോലിയുണ്ട് സുഹൃത്തുക്കളെ. ഇന്നലെയും ജോലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇതിനിടയിൽ നമ്മളെ വാഷിംഗ് മെഷീൻ ചീത്തയായിപ്പോയേ. പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുമ്പോൾ അത് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയാൻ വന്നിരുന്നാൽ ഒന്നും നമുക്ക് കിട്ടൂല കേട്ടോ. ഒരു കാര്യവും പറയാൻ ഓർമ്മ കിട്ടൂല. ചില സമയത്ത് പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ ഞാൻ 2 മാസം നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ ചീത്തയായിട്ട് വാഷിംഗ് മെഷീനിൽ തുണി നനച്ച് കല്ലിൽ നനയ്ക്കാൻ വയ്യ എൻ്റെ സുഹൃത്തുക്കളെ. പണ്ടൊക്കെ നമ്മൾ കല്ലിൽ നനയ്ക്കുകയും അമ്മിയിൽ അരയ്ക്കുകയും ആട്ടുകയും ഒക്കെ ചെയ്ത ഒരു സമയമുണ്ട്. പക്ഷെ ഇപ്പം കല്ലിൽ നനയ്ക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറേ തുണിയെടുത്ത് നനയ്ക്കാൻ ഇട്ടിട്ട് എടുത്ത് വിരിക്കാൻ സമയം കിട്ടിയില്ല. രാത്രി ഒരു 10 മണി 12 മണിയായി. ഞാൻ കിടക്കാൻ സമയത്തൊക്കെയാണ് തുണിയെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വീഡിയോ നോക്കി എടുത്തൊക്കെ വന്നപ്പോൾ ഒത്തിരി സമയമായി. അപ്പോൾ അതിനുശേഷം ഒരു കിടക്കാൻ സമയത്താണ് തുണിയൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോയി കിടന്നു. എടുത്ത് വിരിക്കാൻ സമയം കിട്ടിയില്ല. രാവിലെ ജോലിക്ക് പോയിട്ട് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ന് പുറമൊക്കെ കഴുകിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് അന്നേരത്തെ സാരി മാറ്റാണ്ട് ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. ഇതിനിടയിൽ ചേട്ടൻ പാവം കേട്ട ചായയുടെ ജോലി ചേട്ടനാണ്. രാവിലെ ഞാൻ കാണില്ല, വൈകുന്നേരം അമ്പലത്തിൽ പോക്കൊക്കെ ആയതുകൊണ്ട് രാവിലെ വീട്ടത്തിൽ ചായ ഇടൊക്കെ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ചായ ഇട്ട് തന്ന് ഞാൻ ഈ ഷൂട്ടിംഗ് പിടിക്കുന്നത് പോലെ 6:30 തുടങ്ങിയ ജോലിയാണ് കേട്ടോ. ഇപ്പം എത്ര മണിയായി? സമയം കാണാനും പറ്റുന്നില്ല. എത്ര മണിയായി? പിന്നെ ഈ സാരിയൊക്കെ അഴിച്ചിട്ടാൽ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ മതി. അപ്പോൾ ഈ സാരി കൊടുത്ത് വന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ നമ്മളെ യൂട്യൂബിൽ 1-2 ഷോർട്ട് വീഡിയോ ഇട്ട്, നമ്മൾ ഇൻസ്റ്റയിൽ 2 വീഡിയോ ഇട്ട് റീൽസ് ചെയ്ത് ഇപ്പോൾ വീണ്ടും നിങ്ങളെ മുന്നിൽ വന്ന് നമ്മളെ മെയിൻ വീഡിയോയ്ക്കും വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ വെറുപ്പിക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നും. എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പോയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ, വന്നാൽ പിന്നെ ഒരു അന്തവും എന്തോ ഇല്ലാതെ അങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇല്ലെങ്കിൽ ഒന്നുമേ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ.